വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സിമ്പിൾ മന്തി റൈസ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സിമ്പിൾ മന്തി റൈസിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് 3 മാഗി ക്യൂബ്, പട്ട, ഉണക്ക നാരങ്ങ, കുരുമുളക്, മിൻറ്റ്, ബേ ലീവ്സ്. ഇത്രയും സാധനം വെച്ച് നമുക്ക് സിമ്പിളായിട്ട് മന്തി റൈസ് തയ്യാറാക്കിയെടുക്കാം. ബാച്ചിലേഴ്സിനൊക്കെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള മന്തി റൈസാണ്. അതിന് വേണ്ടി ഞാൻ 2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെച്ച ബസ്മതി റൈസാണ്. ഇത് ഞാൻ 4 കപ്പാണ് ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു പാനിൽ 4 കപ്പ് അരിക്ക് 8 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നമ്മൾ മാഗി ക്യൂബ്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടിത് ഒന്ന് അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റ് നമ്മളിത് നന്നായിട്ട് തിളച്ച് വരുന്നോളം അടച്ചു വെക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെ മാഗി ക്യൂബ്സും എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. വെജിറ്റബിൾസ് ഓയിൽ ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ ഉപയോഗിച്ചത് സൺഫ്ലവർ ഓയിലാണ്. 2 ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മൾ ഈ വെള്ളത്തിൽ അരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഞാനിത് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യരുത്, അപ്പോൾ നമ്മൾ അരിയൊക്കെ ഉടഞ്ഞു പോവും. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശേഷം ഞാൻ ദം ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഒരു ചാർക്കോൾ വെച്ചിട്ട് സ്മോക്ക് ചെയ്തിരുന്നു. ഞാൻ ഈ മന്തി റൈസിന് വേണ്ടിയിട്ടൊരു ഫഹം റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒരു 1/2 അവർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് തുറക്കുമ്പോൾ തന്നെ നമ്മൾ മന്തിയുടെ ഫ്ലേവറും ചിക്കൻ്റെ ഫ്ലേവറും എല്ലാം കൂടി നല്ലൊരു സ്മെല്ലും ഒക്കെയാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റൈസ് റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. കളറൊന്നും ആഡ് ചെയ്യാതെ സിമ്പിളായിട്ട് മന്തി റൈസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ ഫഹംത്തിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ നോക്കൂ കേട്ടോ.